ഇഡി കസ്റ്റഡിയിലും ഭരണ നടപടികൾ തുടർന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ നിന്ന് ജലബോർഡുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി. കെജ്രിവാളിന് പിന്നാലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനിനെതിരെയും ഇഡി അന്വേഷണം വേണമെന്ന ആവശ്യവും ബിജെപി ശക്തമാക്കി. ഇതിനിടെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ഉന്നതതല യോഗം വിളിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. സിബി ജോസഫ് ദില്ലിയിൽ നിന്നും വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, അരവിന്ദ് കെജ്രിവാൾ ഈ നിലയ്ക്ക് അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകും ദില്ലിയിൽ എന്ന നിലയ്ക്കുള്ള പ്രചാരണം ബിജെപി അഴിച്ചുവിടുന്നുണ്ട്. എന്നാൽ ആ നിലയ്ക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഇരുന്ന് തന്നെ ജലബോർഡുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിക്കൊണ്ട് ഭരണം സുഗമമായി നടത്താനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം ഇന്നും കഴിഞ്ഞ ദിവസം കണ്ടതിന് സമാനമായി ദില്ലിയിൽ തുടരുന്ന ഒരു കാഴ്ചയുണ്ട്. കൂടുതൽ യോഗങ്ങൾ തുടരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഉച്ചയ്ക്ക് ഇന്ത്യ സഖ്യം വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു. കാവ്യ, തീർച്ചയായും ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ AAP വ്യക്തമാക്കിയത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചാൽ പോലും അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ദില്ലിയിലെ സംസ്ഥാന ഭരണം നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ED കസ്റ്റഡിയിലാണ് കെജ്രിവാൾ ഉള്ളത്. ആ ED കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു ഉത്തരവ് കെജ്രിവാൾ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ നടപടിയായി തന്നെ ഇതിനെ കാണാം. അദ്ദേഹം ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അതായത് വേനൽക്കാലം വരാൻ പോകുന്ന ദില്ലിയിൽ ജലക്ഷാമം രൂക്ഷമാകും, അതുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയത്. ഈ ഉത്തരവ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ അദിഷി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിക്കുകയും ചെയ്തു. എന്തായാലും BJPക്ക് ഇതൊരു വലിയൊരു മറുപടി തന്നെയാണ് AAP ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം താൻ ജയിലിൽ പോയാലും സംസ്ഥാന ഭരണം നിയന്ത്രിക്കുമെന്ന് AAP വ്യക്തമാക്കിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇത് കൃത്യമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ED കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തോറ്റ് പിന്മാറാനില്ല എന്ന് കൃത്യമായി ആം ആദ്മി പാർട്ടി ഇതിലൂടെ BJPക്കും കേന്ദ്ര സർക്കാരിനും ഒരു മറുപടി നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് എതിരായ ഈ കേന്ദ്ര നടപടിയിലെല്ലാം നിലയും നിയമ പോരാട്ടവും മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ദില്ലി ഹൈക്കോടതി ബുധനാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ ഈ ED കസ്റ്റഡിക്കെതിരായ അപേക്ഷയും പരിഗണിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദില്ലിയിലെ ആസ്ഥാനത്ത് ഉന്നത പാർട്ടി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ പാർട്ടി യോഗത്തിൽ എല്ലാ MLA-മാരും നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലർമാരടക്കം എല്ലാ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരടക്കം എല്ലാ നിലയും ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി സന്ദീപ് പതക്കന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം ചേരുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യം പൂർണ്ണമായ പിന്തുണ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും ഈ ഒരു വിഷയത്തിൽ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ സഖ്യവും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യവും മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നും ITOയിലും കൊണാട്ട് പ്ലാസിലേക്ക് എല്ലാ നിലയും വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുകയും നരേന്ദ്രമോദിയുടെ കോലം ഉൾപ്പെടെ കത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇനി 26-ാം തീയതി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ ഹോളി ആണ്. പക്ഷേ പോലും ഹോളി ആഘോഷങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിൽ ഒരു പ്രതിരോധം തീർക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. അതേസമയം തന്നെ BJP വീണ്ടും മറ്റൊരു AAP മുഖ്യമന്ത്രിയായ ഭഗത് മാൻ, പഞ്ചാബിലെ മുഖ്യമന്ത്രിയായ ഭഗത് മാനിനെതിരെ ഒരു പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഈ പരാതിയിൽ പറയുന്നത് പഞ്ചാബിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ മദ്യനയത്തിൽ 1000 കോടി രൂപയുടെ നഷ്ടം ഖജനാവുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും BJPയുടെ കൃത്യമായ അജണ്ടയും നമുക്കിതിൽ വ്യക്തമാകുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടകൾ തുടരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. കാവ്യ, ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.